നമസ്കാരം. സംസ്ഥാന ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോർ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ പത്മജയ്ക്ക് അതിൽ ഇടം നേടാൻ സാധിച്ചില്ല. ബി.ജെ.പി ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു കോർ കമ്മിറ്റിക്ക് ഇപ്പോൾ രൂപം നൽകുന്നത്. എന്നാൽ 21 അംഗങ്ങളുടെ ഈ പട്ടികയിൽ പത്മജയുടെ പേര് ഒരു സ്ഥാനത്തും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതേറെ ശ്രദ്ധേയമാണ്. വലിഞ്ഞു കയറി വന്നവർക്കൊന്നും ബി.ജെ.പിയിൽ സ്ഥാനമില്ല എന്ന നിലപാടാണ് ഈ ഒരു കടുത്ത തീരുമാനത്തിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. പുറത്തുവിട്ട പട്ടിക പ്രകാരം മുൻ അധ്യക്ഷന്മാർക്ക് പുറമെ 7 വൈസ് പ്രസിഡന്റുമാരും കമ്മിറ്റിയിൽ ഇടം നേടിയിട്ടുണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ഷോൺ ജോർജിനെ ഉൾപ്പെടുത്തിയപ്പോൾ മറ്റൊരു വൈസ് പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെ കോർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി. അദ്ദേഹത്തെ വക്താക്കളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. ഒ. രാജഗോപാൽ, സി.കെ. പത്മനാഭൻ എന്നിവരെയും കോർ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കന്യാസ്ത്രീ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ സ്വീകരിച്ച നിലപാടാണ് അദ്ദേഹത്തെ പുറത്താക്കാനായിട്ട് കാരണമെന്നാണ് സൂചന. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം സുരേഷ് ഗോപി, അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, സി സദാനന്ദൻ എന്നിവരും പട്ടികയിലുണ്ട്. ഇതിനു പുറമെ പി.കെ. കൃഷ്ണദാസ്, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, കെ സുരേന്ദ്രൻ, എ.പി. അബ്ദുള്ളക്കുട്ടി, അനിൽ കെ ആന്റണി, എം.ഡി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് എസ് സുരേഷ്, അനൂപ് ആന്റണി, പി സുധീർ, അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, സി കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, കെ സ്വാമിനാഥൻ, വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരാണ് പട്ടികയിലുള്ള മറ്റ് നേതാക്കൾ. കേന്ദ്ര ക്ഷണിതാക്കളായിട്ട് പ്രകാശ് ജാവദേക്കർ, അപരാജിത സാരംഗി എന്നിവരുമുണ്ട്. ജൂലൈയിൽ ബി.ജെ.പി 4 ജനറൽ സെക്രട്ടറിമാരെ പുതുതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ പട്ടികയിലാകട്ടെ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വലിയ പ്രാധാന്യം നൽകിയില്ല. വി മുരളീധരൻ പക്ഷത്തെ തടഞ്ഞുകൊണ്ടുള്ള ഭാരവാഹി പട്ടികയാണ് പുറത്തിറക്കിയത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മുരളീധരൻ പക്ഷത്ത് നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. നിലനിർത്തിയ 4 ജനറൽ സെക്രട്ടറിമാരിൽ എം.ടി. രമേശ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പരാതി പരിഹരിക്കാനെന്നോണം മുൻ അധ്യക്ഷന്മാരായ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, പി.കെ. കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ, കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, രാജ്യസഭാ എം.പി. ആയിട്ടുള്ള സി സദാനന്ദൻ, ദേശീയ ഭാരവാഹികളായിട്ടുള്ള എ.പി. അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ്, എസ് സുരേഷ്, അനൂപ് ആന്റണി എന്നിവർക്കൊപ്പം 7 ഉപാധ്യക്ഷന്മാരെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഇതിൽ വി മുരളീധരൻ പക്ഷത്തെ സി കൃഷ്ണകുമാറും പി സുധീറും ഒക്കെ തന്നെ ഉൾപ്പെടുന്നു. എന്നാൽ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനെ കൂടാതെ ആർ ശ്രീലേഖ, ഡോക്ടർ അബ്ദുൾ സലാം എന്നീ വൈസ് പ്രസിഡന്റുമാരെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല. ഏകദേശം 2 വർഷമായി ബി.ജെ.പിയിൽ പ്രവർത്തിച്ചു വരുന്ന പത്മജയ്ക്ക് ഇതുവരെ ഒരു പ്രധാന പദവിയും ബി.ജെ.പി ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ ബി.ജെ.പിക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്നതിനും കോൺഗ്രസിനെ വിമർശിക്കുന്നതിനും അല്ലാതെ അവർക്ക് ബി.ജെ.പി യാതൊരു പരിഗണനയും നൽകിയിട്ടില്ല. ബി.ജെ.പിയിൽ ചേർന്നതോടെ പത്മജ രാഷ്ട്രീയമായി തന്നെ ഒതുക്കപ്പെട്ടു എന്നത് ഇതിലൂടെ ഇപ്പോൾ വിലയിരുത്താവുന്നതാണ്.